നമസ്കാരം. തൃശ്ശൂർ രൂപതയിലെ പള്ളി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ക്രിസ്ത്യൻ പള്ളിയിലെ കുർബാന ചെല്ലുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛൻ കുറേ നാൾ തൃശ്ശൂർ രൂപതയിൽ നിന്നതിന് ശേഷം ഈ അച്ഛനെ അമേരിക്കയിലേക്ക് അവിടുത്തെ ഒരു പള്ളിയിലേക്ക് മാറ്റി. അവിടുത്തെ ഒരു വികാരിയായിട്ട് സ്ഥലം മാറിപ്പോയി. അങ്ങനെ അമേരിക്കയിൽ ചെന്ന് ആദ്യത്തെ കുർബാനയ്ക്ക് അച്ഛൻ പ്രസംഗം പറഞ്ഞ് കുർബാന കഴിഞ്ഞ് അച്ഛൻ പള്ളി മേടയിലെത്തി. അച്ഛൻ്റെ ഡ്രസ്സ് ഊരുന്ന സ്ഥലമാണ്. അവിടെ എത്തി അച്ഛൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് പുറത്ത് 1-2 പേര് നിൽക്കുന്നു. അപ്പൊ അച്ഛനൊരു പേടി തോന്നി. ആദ്യമായിട്ടാണ് അമേരിക്കയിലെ കുർബാനയൊക്കെ ചെല്ലിയിട്ട് നിൽക്കുന്നത്. നല്ല പ്രസംഗമൊക്കെ അടിപൊളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താവും അതിന്റെ പ്രതികരണം എന്ന് അച്ഛനറിയില്ല. അങ്ങനെ 2 പേര് നിൽക്കുന്നു. ഉടുപ്പ് ഊരി തിരുമിക്കും ഒരു 4-5 പേരുടെ കൂട്ടമായി മാറി. അച്ഛൻ ശരിക്കും പേടിച്ചു. ഇത് എന്നെ അടിക്കാനെന്നെയാ. എനിക്കാണെങ്കിൽ ഇവിടെ പരിചയക്കാരുമില്ല. അങ്ങനെ അച്ഛൻ പേടിച്ച് ഉടുപ്പ് ഊരി നിൽക്കുന്ന സമയത്ത് ഈ വന്ന ആളുകൾ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛ കൺഗ്രാജുലേഷൻ, നന്നായിട്ടുണ്ട്, അച്ഛൻ്റെ പ്രസംഗം സൂപ്പർ ആയിരുന്നു എന്ന്. അച്ഛനാകെ സങ്കടമായത് അച്ഛൻ്റെ പ്രസംഗം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞത് സന്തോഷമാണ്. എന്നാൽ അച്ഛൻ തൃശ്ശൂർ രൂപതയില് കാലങ്ങളായിട്ട് ഇതേ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുക. അനുമോദനം കിട്ടുന്നതിന് വേണ്ടി അച്ഛന് പ്ലെയിനില് അമേരിക്ക വരെ പോയി വന്നു. അതേപോലെ എൻ്റെ പുസ്തകത്തിന് ഒരു അഭിനന്ദനം കിട്ടാൻ ഞാൻ ഗുരുവായൂരിന്ന് ട്രെയിൻ കയറി ഇവിടെ എത്തേണ്ടി വന്നു. തീർച്ചയായും ഞാൻ ഈ കാനായ കുഞ്ഞിരാമൻ ശില്പം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൊതി തോന്നും, അങ്ങനെ ഒരു ശില്പം എനിക്ക് എന്നാ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഒരുപാട് അവഗണനയിൽ നിന്നുകൊണ്ട് പതറാതെ എഴുതാൻ ദൈവസിദ്ധി തന്ന ഒരു കൈ എനിക്കുണ്ട് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. 3 അവാർഡ് എനിക്ക് ആ പുസ്തകത്തിന് കിട്ടി. 2023 ചന്ദുമേനോൻ പുരസ്കാരം കിട്ടിയ പുസ്തകമാണത്. എങ്കിലും ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങി. എങ്കിലും ഒട്ടും പതരാതെ ഇപ്പോഴും എഴുത്തിനെ പ്രണയിച്ചുകൊണ്ട് ഞാനൊരു അധ്യാപികയാണ്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. എല്ലാ തിരക്കിൻ്റെ ഇടയിലും എനിക്ക് വലിയ സന്തോഷമാണ് എഴുത്ത്. അതിനോടൊപ്പം ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, പ്രേംരാജ് സാർ അത് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റിന് ഞാൻ ഫോണ് ഓഫ് ചെയ്തു. കാരണം എനിക്ക് സന്തോഷം കൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല. അത്രമാത്രം സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കധികം ടൂർ വന്ന പരിചയമൊന്നുമില്ല. എൻ്റെ ഗുരുവായൂർ പരിസരത്ത് മാത്രമാണ് ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. എങ്കിലും ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 10 മണിയായിട്ട് എത്തുമ്പോൾ ഞാനൊരു സ്ഥലവും കണ്ടിട്ടില്ല. എങ്കിലും ഞാൻ 9 മണിക്കാണ് ഇവിടെ നിന്ന് വണ്ടി കയറും. എക്സാം ടൈം ആയതുകൊണ്ട് എൻ്റെ മനസ്സും ശരീരവും മുഴുവൻ നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. അഭിനന്ദനവും ശബരിയ സാംസ്കാരിക സമിതിക്കും ഇതിന്റെ സംഘാടകർക്കും എനിക്ക് എല്ലാവരുടെ പേരും അറിയില്ല. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.